സോ ഗൈസ്, നമ്മൾ ഇന്നലെ തന്നെ അവിടെ നിന്ന് എടുത്ത് ചാടിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ മേടിച്ചൊരു സാധനം വിറ്റിയായിരുന്നു. യെസ്, നമ്മളവിടെ നിന്ന് എടുത്ത് ചാടി നമ്മളെങ്ങാനും മരിച്ച അവിടെ ആവുമല്ലോ കേസ്. ഇവിടെ നിന്ന് ഒരാൾ ചാടി മരിച്ചാൽ അങ്ങനെ അവിടെ ആവുമല്ലോ കേസ്. അപ്പം അവർ നമ്മുടെ മേടിച്ചൊരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് നമ്മൾ നേരെ ടെലിപ്പോർട്ടായി. ഗൈസ്, ഞാൻ എൻ്റെ കാറ് കളക്ഷനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ കുറച്ച് കാറേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാറ് കളക്ഷൻ മോഡിഫൈ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ. ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ അന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടപ്പോൾ അലങ്കോലമായിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ലംബോർഗിനി ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, ഒരു മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, ഒരു എമറാൾഡ് സൂപ്പർ ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഓരോ കാറിനും അതിൻ്റേതായ വേരിയൻസ് എന്ന് വെച്ചാൽ ഈ മോൺസ്റ്റർ ട്രക്കിനാകെ RG മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലംബോർഗിനിയും റോൾസ് റോയ്സിനൊക്കെ ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, എമറാൾഡ് ഉണ്ട്, പല വേർഷനുണ്ട്. അതെല്ലാം ഇവിടെ ഒന്നും കിട്ടില്ല. നമുക്ക് കിട്ടണ ഇതിൻ്റെ വേരിയൻസൊക്കെ ഞാൻ പിടിച്ച് വെക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണ്ടേ, എന്നാലും കളക്ഷൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇത് അറേഞ്ച് ചെയ്ത് നോക്കി. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വരാൻ അത്യാവശ്യം സമയം എടുക്കും ഗൈസ്. എന്താണെന്ന് എനിക്കറിയാലോ, അറേഞ്ച് ചെയ്തെടുക്കാൻ നല്ല സമയം എടുക്കും ഗൈസ്. എന്തായാലും ഞാൻ പറ്റാവുന്നത്രയും പെട്ടെന്ന് ഇത് അറേഞ്ച് ചെയ്തെടുക്കാൻ നോക്കാം. എൻ്റെ ഈ ലംബോർഗിനി ഇവിടെ കയറ്റിയാൽ നല്ല പണിയാണ്. അപ്പം നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ അത് അറേഞ്ച് ചെയ്ത് ലാസ്റ്റ് എമറാൾഡ് സൂപ്പർ അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പം നമുക്ക് നേരെ നമ്മളെന്താ പറയുക, ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ പോകാൻ. എൻ്റെ കളക്ഷൻ്റെ എല്ലാ സഹായം ഡൊമിങ്കോസാണല്ലോ. ഞാൻ ലംബോർഗിനി പോകാമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ഡിഫൻഡറിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാൻ കഴിച്ചു. ഇന്ന് നമ്മൾ ലംബോർഗിനി അതിനൊന്നും പറ്റാതെ എനിക്ക് നോക്കണം ഗൈസ്. ഇതെൻ്റെ ഒരു ഇത് ആണ് ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അയ്യോ, ഇത് കാര്യം പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് കാര്യം ഷിൻചാൻ്റെ അടുത്ത് പറഞ്ഞില്ലേ. ഷിൻചാൻ്റെ അടുത്ത് പറയാതെ അങ്ങോട്ടേക്കും പോയാൽ അവൻ ഇവിടെ വന്ന് ഇവിടെ കരഞ്ഞ് സീനാക്കും കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഷിൻചാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല, ഷിൻചാൻ മേളിൽ കഠിനമായ വർക്കൗട്ടിലാണ് കഴിച്ച്. എന്ത് പറയാനാണെന്ന് എനിക്കറിയാൻ മേല. ഷിൻചാൻ ഇവിടെ കഠിനമായ വർക്കൗട്ടിലാണ്. അപ്പം നമുക്ക് നേരെ മേലെ കയറി ചെല്ലാം. ഇവിടെ എവിടെയും ആയിരുന്നില്ല. എടാ ഷിൻചാനെ, ഞാനില്ലേ കാറടിച്ച് വെച്ചാൻ പോവാണേ. പെട്ടെന്ന് പോയിട്ട് ഞാൻ ഇവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാനുണ്ട്. പെട്ടെന്ന് പോയിട്ട് തന്നെ ഷിൻചാൻ്റെ സാങ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയാനാണ്, ഷിൻചാൻ സമ്മതിച്ച പിന്നെ വേറെ ഒന്നും ഇല്ല. നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ മതി, വേറെ പരിപാടിയൊന്നുമില്ല. ഇനിയും നമ്മൾ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോകണമല്ലേ. എന്നെ ഉയർ നമ്പൻ അവനൊരു പ്രതിഫലം ഇതുവരെയായിട്ടും ചോദിച്ചിട്ടില്ല. അവൻ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അവനൊരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. എനിക്കറിയില്ല, ചിലപ്പോൾ ഇന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അവൻ ഇങ്ങനത്തെ ഒരുത്തനല്ലായിരുന്നു. അപ്പം എന്തായാലും അവൻ പ്രതിഫലം ചോദിക്കും ഗൈസ്. എനിക്കറിയാം അവൻ ഇങ്ങനത്തെ ഒരുത്തനൊന്നും അല്ലെന്ന്. ഞാനിന്ന് ഇതുവരെയായിട്ടും വലിയ തലക്കേട് വലിയ പണിയൊന്നും കിട്ടിയിട്ടില്ല. ഇനി ആ പണിയില്ലായിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി വെച്ചേക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി പണി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. നമുക്ക് അയ്യോ മറഞ്ഞുപോയി, സീനായിട്ടാ മറഞ്ഞുപോയി സാധനം. അയ്യോ, നേരെ വാ നേരെ വന്നു പറഞ്ഞു നാക്കെടുത്തില്ല, പാരലൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്തോണ്ട് ബാഡ് ലക്കെന്ന്. കാരണം 65 നിൽക്കാൻ തോന്നിയിട്ട് 1 മാസമായി ഗൈസ്. നിങ്ങൾ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. സബ്സ്ക്രൈബ് ഞെക്കിയൊക്കെ നിങ്ങൾക്കൊന്നും പറ്റൂല ഞെക്കിയ. നമുക്ക് ഈ വട്ടം ഒരു വെറൈറ്റി പിടിക്കാം. എപ്പോഴും അവൻ്റെ വീടിൻ്റെ ആ സെൻസർ ഗേറ്റിൽ കൂടെ അല്ലേ വേണം, എനിക്ക് മടുത്ത്. അപ്പോൾ നമുക്ക് ഈ വട്ടം മതിൽ ചാടാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ എന്തൊക്കെ മനസ്സിലാവും. ഞാൻ മതിലാടാൻ എക്സ്പെർട്ടൊന്നുമല്ല, എപ്പോഴും താഴെ വീഴും. സൂക്ഷിച്ച് ഈ വട്ടം സക്സസ്ഫുള്ളി ചാടിയിരിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് സ്റ്റെയർ കയറി വിടാം. ഇനി അവൻ്റെ റിപ്ലൈ എന്താണോ ദൈവത്തിനറിയാം. എടാ ഡൊമിങ്കോസേ, ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത്. അതിൻ്റെ ഉത്തരം നിൻ്റെ ഉണ്ട്. എടാ, എനിക്കറിയാം നീ എന്തിനാ വന്നേന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞു. നീ ആ RGB ലംബോർഗിനി അടിച്ചു മാറ്റല്ലേ വന്ന്.
അതിൻ്റെ ലൊക്കേഷനൊക്കെ എനിക്കറിയാം. അത് അടിച്ചു മാറ്റി ആ സ്ഥലം പറയണമെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു മിഷൻ ചെയ്യണം. നീ നേരെ ആ റാമ്പുള്ള സ്ഥലത്തേക്ക് കിട്ടും. അപ്പം നിനക്ക് എല്ലാം മനസ്സിലായിക്കോളും. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ല അവൻ എന്തെങ്കിലും പ്രതിഫലം ചോദിക്കും. അവൻ ഇങ്ങനത്തെ ആളല്ലെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി ചോദിക്കാം, വേറെ വഴിയില്ലല്ലോ ഗൈസ്. അയ്യോ, ഞാൻ താഴെ വീണു. തിരിച്ച് കയറണം ഗൈസ്. വേണ്ട, ഞാൻ തിരിച്ച് കയറണം. ഞാൻ എൻ്റെ മനസ്സിലേക്ക് അയ്യോ ഗൈസ്, വീണ്ടും വീണ് തലേന്ന് കുറേ ചോരയൊക്കെ പോയി ഗൈസ്. നിനക്കറിയാലോ എന്നെ, നമ്മൾ ഭയങ്കര ബ്ലഡുള്ള ആൾക്കാരാണ്. എന്തായാലും നമുക്കിനിയും ഈ വഴി പോകാൻ ഗൈസ്. കൂടുതൽ റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കണ്ട ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോകാൻ ഗൈസ്. അയ്യോ, ഈ സെൻസറെ വർക്കാവും. നാളെയല്ല താലിമംഗലം, ഇന്നാണ് പോകേണ്ടത്. എന്തായാലും നമുക്ക് സമയം വേസ്റ്റാക്കാനൊന്നും ഇല്ല. അവൻ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കംപ്ലീറ്റ് ചേച്ചീനെ ഒന്ന് വെറുതെ ഇടിച്ചു നോക്കാമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി സിഗ്മയാണ്, അനങ്ങത്തില്ല അവിടെ നിന്ന്. എന്തായാലും അവന് നമ്മൾ ചാലഞ്ച് ചെയ്താണ്. ആ റാമ്പിൽ നമ്മളിന്ന് കണ്ടുപിടിച്ച് മിഷൻ ചെയ്തിട്ട കാര്യമുള്ളൂ. അവൻ വേറൊരു കാര്യം കൂടി പറയാറ്, അവിടെ ഒരു ഷീറ്റിൻ്റെ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു സാധനമുണ്ട്. അതിൻ്റെ മേലെ ഞാൻ ചാടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഞാൻ ചാടണം. താഴെ അറിയില്ല വയസ്സ്. റിസ്ക് ഏതായാലും ആ ലംബോർഗിനി നമുക്ക് എടുക്കണം. അത് 6GB ഒറ്റ ഒരെണ്ണമുള്ളൂ. അത് എൻ്റെ തന്നെ വേണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, മൊത്തം ടെലിപ്പോർട്ടേഷനാണ് ഈ സിറ്റി. എന്ത് പറയാനാ ഗൈസ്, ഹൈടെക് ആയിപ്പോയി. ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. നേരെ നമ്മൾ ടെലിപ്പോർട്ട് ചെയ്ത സ്ഥലത്തേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാറുണ്ടാവും. മിക്കവാറും നല്ല ഡിഫൻഡറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര ദാരിദ്ര്യമാണ് ഈ സിറ്റി, ഭയങ്കര ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമാകാൻ കാരണം ഞാനാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ നമുക്ക് സോ ഗൈസ്, ഞാൻ ഇങ്ങോട്ട് റിപ്പോർട്ട് എഴുതി. ഇത് ലംബോർഗിനിയുടെ ഒരു വേർഷനാട്ടെ. ഏത് വേർഷനാണെന്ന് അറിയില്ല. അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാനൊന്നുമില്ല ഗൈസ്, ഈ ഇതിലൊന്നും കയറാനില്ല. ഇതിലുള്ള നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളൊന്നും ശ്രദ്ധിക്കൊന്നും വേണ്ട. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, പൊട്ടിത്തെറിക്കും. ഞാൻ ചിലപ്പോൾ താഴത്തേക്ക് പോകില്ല. നമ്മളിത് നേരെ കംപ്ലീറ്റ് ചെയ്യും. അയ്യോ ഷോ ഗൈസ്, നമ്മൾ താഴത്തേക്ക് എത്തി. ഇനി എന്ത് ചെയ്യാനാ ഗൈസ്, നമുക്ക് ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിക്കാം. അയ്യോ നടുവ് എല്ലാം ഒടിഞ്ഞു ഗൈസ്. നമ്മുടെ കാറിൻ്റെ കഷ്ണം ഇവിടെ എവിടെയും കണ്ടോ? ഇല്ല. ഏത് സ്ഥലം എൻ്റെ കിളിയൊക്കെ പറഞ്ഞ തലേന്ന് നടക്കട്ടെ. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ മോഹൻലാൽ വാടകയ്ക്കെടുത്ത വീട്. ഇതാണ് നമ്മുടെ വണ്ടിയാണ്. അറിയില്ല. നമുക്കിനി ഒറ്റ വഴിയുള്ളൂ. ആടേനെ കാറ് പോയി അടിച്ചിട്ട് വരാം ഗൈസ്. ആ പച്ചക്കാറ് കണ്ടില്ലേ, അത് പോയി അടിച്ചുകൊണ്ട് വരാം. എൻ്റെ ഇന്നലത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാകും ഗൈസ്, ഞാൻ എങ്ങനെ കാറടിച്ച് വച്ചണേന്നൊക്കെ. ഒരു സീനായിട്ട് ആ കാറടിച്ച് വച്ചണം. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ചേട്ടാ ലിഫ്റ്റില്ലേ? എന്നാൽ ഞാൻ ആ കാറങ്ങോട്ട് എടുക്കും കേട്ടോ. ഇറങ്ങിപ്പോടോ. എൻ്റെ അടുത്ത് കളിച്ച് ഇങ്ങനെ ഇരിക്കും. എന്തായാലും ഗൈസ്, നമുക്ക് പെട്ടെന്ന് മാസ് കളിക്കാതെ ഡൊമിങ്കോസിൻ്റെ വീട് ഇവിടെ എവിടെയെങ്കിലും അത് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കരഞ്ഞ് കാല് പിടിക്കേണ്ടി വരും ഗൈസ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ കമ്മിറ്റ്മെൻറ്റ് അവൻ്റെ അടുത്ത് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാണാം. അപ്പം അങ്ങനെ വലിയ കമ്മിറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് നമ്മൾ ഇജാതി പരിപാടി കാണിച്ചപ്പോൾ അത് എനിക്ക് വിഷമമായി ഗൈസ്. അവൻ്റെ അടുത്ത് കരഞ്ഞ് കാല് പിടിച്ച് അവൻ ഇത് ചെയ്ത് തരുമായിരിക്കും. ഇതെനിക്കറിയില്ല ഗൈസ്. ഇവരിങ്ങനെ മിഷൻ ചോദിച്ചാൽ അപ്പനെയും ബാക്കി കാറ് കളക്ഷൻ കഴിയുമ്പോഴേക്കും ഈ ചാനൽ നിർത്തും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഇങ്ങനത്തെ പണിയൊക്കെ തന്നതിൻ്റെ നടുവ് എല്ലാം കൊടിഞ്ഞ് ഞാൻ കിടപ്പിലാവും. എന്നെ നോക്കാൻ ആരും ഇല്ല ഗൈസ്. ഇവനൊക്കെ തന്നെ ഞാൻ വിളിക്കും. അവനെ വിളിച്ച് വരുത്തും. അവൻ കാരണമെന്ന് പറയും. തുറക്ക്, ഇത് കലിപ്പായിട്ടിരിക്കണോ ഗൈസ്, തുറക്ക് താനും. തുറന്നു ഗൈസ്. നമുക്കിനി ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി 2 വർത്താനം പറയാം. കരഞ്ഞ് കാല് പിടിക്കാൻ ഗൈസ്. വർത്താനമൊന്നുമില്ല, കരഞ്ഞ് കാല് പിടിക്കാനാണ്. എന്തായാലും പെട്ടെന്ന് അങ്ങോട്ട് പോവാം. സിംഹത്തിൻ്റെ പടമൊക്കെ വെച്ചേക്കണമൊക്കെ തന്നെ 8ൻ്റെ പണി. നമുക്ക് പെട്ടെന്ന് കയറിപ്പോവാം ഗൈസ്. മേളിലേക്ക് കയറാൻ എന്ത് കയറാൻ പറ്റാ? അവനെന്ത് കെണി വെച്ചാ? സോ ഗൈസ്, ഞാനിനി മേളിലേക്ക്
പോയി അവനെ കണ്ടിട്ട് പെട്ടെന്ന് വരാം. നമുക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്ത് കാണാൻ പോവാ. എടാ നീ കാണിച്ചു കൂട്ടിയ മണ്ടത്തരം എല്ലാം ഞാൻ കണ്ടു. ഞാൻ ആലോചിക്കട്ടെ നിനക്കത് തരണോ വേണ്ടതെന്ന്. നീ എൻ്റെ കൂട്ടുകാരനായ കാരണം ഞാൻ നിനക്ക് എൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം. എൻ്റെ ലൊക്കേഷൻ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇരിക്കണ. ഫസ്റ്റ് അല്ല, കൺസ്ട്രക്ഷൻ സൈറ്റ് 2 പുതിയത് വന്നിട്ടുണ്ട്. നീ പെട്ടെന്ന് പോയി കാർ അടിച്ചു മാറ്റാൻ നോക്ക്. ഗൈസ് അവൻ്റെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ലൊക്കേഷൻ കൊണ്ടൊരു ഗുണമില്ല, നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. എന്ത് പറയാനാ, നേരത്തെ പോലെ മതിലൊന്നും ചാടി പോകണ്ട. നമുക്ക് നമ്മുടെ കാറിൽ തന്നെ പോകാം. കാറ് കൊണ്ടുപോകത്തില്ലേ? ഇനി എന്തിനാണ് ഈ പ്രകാരം പണിയൊക്കെ ചെയ്ത് നമ്മൾ താഴെ വീഴുന്നത്? എന്തായാലും നമുക്ക് പെട്ടെന്ന് പറത്തി വിടാം. പക്ഷെ എന്നാലും ഗൈസ് അവൻ്റെ അടുത്തൊക്കെ ചെന്ന് കാല് പിടിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് പറയാനാ, ഒരു ലംബോർഗിനി RGB വെർഷന് വേണ്ടിയല്ലേ. ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് 2 എന്ന് വെച്ചാൽ ഒരു സ്ഥലത്താണ്. അത് നമ്മൾ ഇന്നാൾ പോയ സ്ഥലമാണ്. അപ്പോൾ ഉടനെ എന്തിനാണ് ലൊക്കേഷൻ അയച്ചു തന്നതെന്ന് എനിക്കറിയാൻ മേല ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാൻ. ഇത് വീണ്ടും മറഞ്ഞു ഗൈസ്. അത് വീണ്ടും വിപ്ലവകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു ഗൈസ്. നമുക്കെന്തായാലും പെട്ടെന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റ് 2 വിടാം. 2 ചെന്നിട്ട് ഇനി ബാക്കി കഥയാ. എവിടെയാണ്? ഇതാണാ 2? ഏതാണ് 2? ഏതാണ് 2 ഗൈസ്? ഇതാണോ 2? അവൻ പറഞ്ഞു കൺസ്ട്രക്ഷൻ സൈറ്റ് ലൊക്കേഷൻ അയച്ച സമയത്ത് ഒരു വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നിട്ട് കുറച്ച് നേരം തിരയണം, എന്നാലേ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. നാടകീയമായ രംഗങ്ങളാണ് ഞാൻ കാഴ്ച വെക്കുന്നത്. ഞാൻ അവനൊരു പണി കൊടുക്കും ഗൈസ്. പണിയൊക്കെ ഞാൻ കൊടുക്കും. എന്തായാലും ഇതാണോ? ഇതൊന്നും അല്ല ഗൈസ്. ഇതല്ല. പിന്നെ ഇത് പട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിലെങ്ങാനും ആണ്. കുറച്ച് തപ്പണം എന്നല്ലേ പറഞ്ഞത്? അപ്പം ഇവിടെയൊന്നും അല്ല സാധനം. പിന്നെ ഇത് എവിടെയാണ് ഗൈസ്? നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റ് 2 എവിടെയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ കുറേ നേരം ഈ കിടന്ന് ചുറ്റണത്. പിന്നെ ഇത് എവിടെയാണ് ഗൈസ്? പിടിയിട്ടുണ്ടല്ലോ ഇത് എവിടെയാണെന്ന്. ഇങ്ങനെ ചുറ്റണം എന്ന് പറഞ്ഞില്ലേ? അത് ഇവിടെ എവിടെയും കണ്ടാണെന്ന് തോന്നണം ഗൈസ്. നമുക്ക് ഇറങ്ങിപ്പോണ്ടല്ലേ? നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഞാൻ അറിയാതെ ഹാൻഡ് ബ്രേക്ക് ഇടാൻ മറന്നു. ഏതാണ്ട് റിവേഴ്സ് എടുത്ത് പോയത്. എവിടെ? RGB വേർഷൻ. പൊളി ഗൈസ്. സീൻ. ലംബോർഗിനി പോലെയല്ലേ ഇത് കാണാൻ? ഇച്ചിരി ലംബോർഗിനിക്കും ഭംഗിയുണ്ട്. ലംബോർഗിനിക്കാൻ ഭംഗിയുണ്ട് ഗൈസ്. ഇതിൽ നേരെ ചാടിക്കാനാ. സോ ഗൈസ് നമ്മൾ പുറത്ത് എത്തിയപ്പോൾ പോലീസ് നമ്മളെ ഇടിച്ച് ഗൈസ്. ഇടിച്ച് നമ്മളെ പരിപ്പാക്കി. അപ്പം ഞാൻ നേരെ ഇങ്ങനെ ചാടി വന്നു ഗൈസ്. നമ്മുടെ ഈ 2 സ്റ്റാറുണ്ട് ഗൈസ്. ആദ്യമായിട്ടാണ് സ്റ്റാർ 2 ആവണത്. സാധാരണ 1 ആവണത്. ബട്ട് എന്താണെന്ന് അറിയില്ല. നമ്മൾ എന്തോ കൂടുതൽ ഭയങ്കര ഇല്ലീ സാധനമാണ്. MBD ആണ് ഈ വന്ന് ഇടിച്ചത്. ഇടിച്ച് എടാ ദുഷ്ട. ഞാൻ വർക്ക്ഷോപ്പിൽ കൊടുക്കുക. എത്ര രൂപയുടെ ഗോളികളോ? അടുത്ത ഇടിച്ച് MBD ഗൈസ്. ഇവന്മാർ ഈ പോലീസ് സ്റ്റേഷൻ വീണ്ടും പണിത് ഗൈസ്. ഇത് ഇനിയും പൊട്ടിത്തെറിപ്പിക്കണം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിപ്പിക്കാം. അത് വേറെ കാര്യം. ഇവന്മാരെന്ത് കൺഫ്യൂഷൻ ആക്കണം. ഇവന്മാർ എവിടെ നീ പുറപ്പെട്ടു വന്ന്? ഇവിടെ ഇനി നടക്കാൻ പോണ വലിയ ചേസായിരിക്കും ഗൈസ്. ഇനി ചേസൊന്നും പറയാനില്ല. ഇനി നല്ല പറത്തി വിട്ടേച്ചാൽ മതി. വേറെ കാര്യമൊന്നുമില്ല. ഇനി നമ്മുടെ വീട് എവിടെയാണ്? വീട് വീടിങ്ങനെ പോയാൽ മതി. 1 സ്റ്റാർ പോയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ചേസ് കഴിഞ്ഞിട്ട് 1 സ്റ്റാർ പോയി കിട്ടി. ഇനി അത്രക്കും സീനൊന്നുമില്ല. 1 സ്റ്റാറൊക്കെ കളയാം. ഒക്കെ പുഷ്പമല്ലേ. നമുക്ക് എപ്പോഴും സംഭവിക്കുന്നതല്ല. ഇവിടുത്തെ പോലീസ് അറിയാമല്ലോ, മണ്ടന്മാരാണ് അതിൻ്റെ ഇരട്ടി. ദൈവം എന്നെ അടുത്ത വള്ളികൾ ഇടിച്ച്. എടാ MBD ഇതൊക്കെ ശരിയാക്കാൻ എത്ര കാശാവുമെന്ന് എനക്കറിയാവാ? എനിക്കറിയാൻ. പക്ഷേ എൻ്റെ മോച്ചാനെ ഇതിൻ്റെ ഉള്ളിൽ കയറണം. വേണ്ട, എനിക്ക് കയറിയാൽ ബാക്കി കാറും പൊട്ടിത്തെറിച്ചു പോവും. 1 സ്റ്റാറും ഉണ്ട്. 5-6 പോലീസുണ്ട്. എന്ത് സോ ഗൈസ് ഭയങ്കര ചുമയും കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചാൽ നമുക്ക് മരുന്ന് മേടിക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ ഒന്നും നോക്കണല്ലോ ഗൈസ്.
ഞാൻ നേരെ വീട്ടിൽ ചേച്ചി ഇനി യുദ്ധമാണ് നടക്കാൻ പോകുന്നത് ചേച്ചി. ആ യുദ്ധത്തിൽ പെട്ടെന്നേ ഉള്ളൂ. ഞാനിനി വീണ്ടും ഉള്ളിൽ കയറി നമ്മുടെ കളക്ഷൻ്റെ അടുത്തേക്ക് നേരെ പോകും. ആര് വന്നാലും ഞാൻ അവനെ വെടിവെക്കും, അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ വെടിവെച്ചാൽ താഴെ ഇടുകയും ചെയ്യും, എല്ലാ പരിപാടികളും തീർക്കുകയും ചെയ്യും. ഇത് ഇവിടെ ഇടണോ അതോ കളക്ഷൻ്റെ ഇടണോ? ഇപ്പോഴും സ്റ്റാറുണ്ട്, പക്ഷെ പോലീസ് ആരും വന്നിട്ടില്ല ഗൈസ്. വിചിത്രമാണ്. സോ ഗൈസ്, നമ്മുടെ സ്റ്റാറെല്ലാം നമ്മൾ കളഞ്ഞല്ല പോയി. ഞാനിവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇത്ര സാധനമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഷിൻചാനെ നേരെ പോയി വിളിച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാൻ. ഷിൻചാൻ്റെ അടുത്ത് ജസ്റ്റ് പോകണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. ഞാൻ നല്ല എക്സൈറ്റഡ് അല്ല, അവൻ കാണുമ്പോൾ എൻ്റെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു എക്സൈറ്റഡ് ആണ്, വേറെ ഒന്നുമില്ല. എന്തായാലും ഷിൻചാൻ വർക്കൗട്ടിലായിരിക്കുമല്ലേ, ഇവിടെ ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അത് സ്വാഭാവികമല്ല. നേരത്തെ പറഞ്ഞു ഞാൻ ആരെയൊക്കെ ഇമ്പ്രസ് ചെയ്യാണ്ട്, ചെറുക്കൻ സീനാണ് കേട്ടോ. എടാ ഷിൻചാനെ, നമ്മുടെ കാറ് ഇതേ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നീ എൻ്റെ കൂടെ പെട്ടെന്ന് നിനക്ക് കാണാം. ഞാൻ പെട്ടെന്ന് വരാം ഫ്രാങ്ക്ലിൻ ബോയ്. സോ ഷിൻചാൻ നമ്മളെ പുറകെ ഓടി വരാന്നൊക്കെയാണ് പറയണത്. അവൻ 5 മിനിറ്റ് അവിടെ താളം കളിച്ച് നിന്നിട്ടാ വരുള്ളൂ. എന്തായാലും ഞാൻ ഇതിനെ സ്വയം ഇടിച്ച് താഴെ കിടക്കണേ. ജസ്റ്റ് കിഡിങ് ഗൈസ്, ഞാൻ വെറുതെ അഭിനയിച്ചെങ്കിലും വേദന എടുത്തതല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്ക്. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോകാൻ. ഷിൻചാൻ പുറകെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല ഗൈസ്, ഷിൻചാനെ ചെറുതല്ല, പാടം വരെ ഓടി എത്താൻ കുറച്ച് സമയം എടുക്കണമല്ലോ, അതല്ലേ. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. ഷിൻചാൻ ഓടി വരുമ്പോഴേക്കും 1 മണിക്കൂറാവും. സോ ഗൈസ്, ഷിൻചാൻ നമ്മളെ മുമ്പിൽ എത്തി. എടാ ഷിൻചാൻ, എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻ? ഫ്രാങ്ക്ലിൻ ബോയ് പൊളി. നമ്മുടെ കളക്ഷൻ ഇപ്പം വളരെ വലുതായിരിക്കുന്നു. ഇപ്പം റോൾസ് റോയ്സ് ഉണ്ട്, 2 ടൈപ്പ് ലംബോർഗിനി ഉണ്ട്. ഇനി നാളെ ഗോൾഡൻ ലംബോർഗിനി അടിച്ചാൽ മതി തന്നെ. അതായത് നമ്മുടെ കളക്ഷൻ പൊളിയാണ്. ഓ ഗൈസ്, നമ്മൾ ഷിൻചാൻ്റെ സാങ്ഷനും കാര്യങ്ങളും എല്ലാം മേടിച്ചിരിക്കുന്നു. നാളെ ഗോൾഡൻ ലംബോർഗിനി ഏതെങ്കിലും ലംബോർഗിനി അടിച്ചു പറ്റും. അപ്പോൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.